Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alamin. Assalatu wassalamu ala ashrafil anbiya'i wal mursalin wa ala alihi wa ashabihi ajma'in amma ba'd. സഹോദരങ്ങളെ, ഈ വിശുദ്ധ റമദാൻ ലഭിച്ചിട്ടും പലരും ഖുർആൻ പാരായണത്തിൽ സജീവത കാണിക്കുന്നവർ ആയിട്ടില്ല. അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ഈ പുണ്യപ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക? ഓരോ അക്ഷരം വായിക്കുന്നതിനും പുണ്യമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഖുർആനിനെ പറ്റി മാത്രമാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു അജ്റുഹു ഹസനതൻ വൽ ഹസനതു ബിഅശരി അംസാലിഹാ. ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്. ഖുർആനിലെ ഒരക്ഷരം വല്ലവരും പാരായണം ചെയ്യുന്ന പക്ഷം അവന് ഒരു നന്മ ലഭിക്കും. ഏതൊരു നന്മയുടെയും പ്രതിഫലം 10 ഇരട്ടിയാണ്. അലിഫ് ലാം മീം ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിലെ അലിഫ് ഒരക്ഷരവും ലാം മറ്റൊരക്ഷരവും മീം വേറൊരക്ഷരവുമാകുന്നു. സഹോദരങ്ങളെ, ഓരോ അക്ഷരം വായിക്കുന്നതിനും 10 ഇരട്ടി പ്രതിഫലം. അർത്ഥം അറിയാത്ത രൂപത്തിൽ ആണ് നാം പാരായണം ചെയ്യുന്നതെങ്കിൽ പോലും അനേകം പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ് ഖുർആൻ പാരായണം. ഈ തിരിച്ചറിവോട് കൂടി ഖുർആൻ പാരായണം ജീവിതത്തിൽ സജീവമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.